ഹലോ ഗൈസ്, ടിപ്സ് ഓഫ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. അതുകൊണ്ട് പിന്നെ നമ്മള് ഡെയിലി വ്ളോഗ്സ് ഒന്നും ഇപ്പൊ ഇടുന്നില്ല അല്ലേ? ഇതെല്ലോ ബുദ്ധിമുട്ടും കാര്യങ്ങളും തിരക്കും. പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ എന്നോട് പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് എപ്പെങ്കിലും ലൈറ്റ് ഒന്ന് ഇടണേ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് യാത്ര പൊതുവെ കുറവാണ്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടാവും. പിന്നെ വെച്ചാൽ നമ്മള് വീട്ടിലില്ല, പിന്നെ ഇവക്ക് റെസ്റ്റും ഞാൻ പിന്നെ ഓഫീസിലോട്ട് പോക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്ക്. ഇന്ന് നമ്മള് ചെറിയൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഇന്ന് വിചാരിച്ചാൽ പിന്നെ അത് എടുക്കാം ഇങ്ങനെ പറയുന്നല്ലേ, ഇവിടുന്ന് താഴോട്ടേക്ക്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുക, ഇന്നത്തെ സ്പെഷ്യല് നമ്മളെ 7ാം മാസം എൻ്റെ വീട്ടിലോട്ട് പറയാൻ പോവാ. പക്ഷേ ഇത് 7ാം മാസം ആയിട്ടില്ല, 7ാം മാസം ആവുന്നതിന് മുന്നേ നമ്മൾ പറയാൻ പോകണം. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. 6ാം മാസത്തിൽ അങ്ങനെ നമ്മൾ ചടങ്ങൊന്നും ഇല്ല കേട്ടോ, വെറുതെങ്കിലും. ഇതിപ്പോ നമ്മള് 7 പറയാൻ പോകുന്നതാന്നുള്ളത് ഉമ്മാക്കറിയില്ല, റെമിക്കാനും ഉമ്മാക്കൊന്നും അറിയില്ല, ആർക്കും അറിയില്ല. നമ്മള് വെറുതെ വരുന്നുണ്ട്, എന്റെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ആരോടാ? ചെറുതായിട്ട് റോഡ് പറ്റിപ്പോയി. അപ്പൊ പിന്നെ അതിന്റെ അകത്ത് ഉമ്മമാനെ കൂട്ടാൻ പോണോ, അതിന് വന്നതാ. ശ്രമിക്ക് ഇങ്ങോട്ടേക്ക് വരാത്തോണ്ട് ഞാൻ വേറൊരു വീട്ടിലോട്ട് പോയത്. പക്ഷെ ഈ വീട്ടിലോട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ്. അന്നെ ഒരു ഭയങ്കര തടിച്ചു ലുക്ക് ഉണ്ടല്ലേ സാറിലെ. പോട്ടെ, പിന്നെ ഗർഭിണി ആകുമ്പോ ഇച്ചിരി തടിയെല്ലാം വേണം. പിന്നെ എന്റെ വീട്ടുകാർക്ക് ആർക്കും ഈ ഒരു പരിപാടി ഒരു മിനിറ്റ് ഇത് പറയട്ടെ, ഇല്ലെങ്കിൽ അവര് വിചാരിക്കൂല റെമിക്ക് എന്നെ നോക്കുന്നില്ലെന്ന്. 3 നേരം വെട്ടി ഒഴുകാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ ഒഴുകിയിട്ടിരിക്കും, തടിക്കും. എലക്ഷൻ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോ വണ്ടി തിരിക്കണമെങ്കിലും മറിക്കണമെങ്കിലും കുറച്ച് പണിയാണ്. ആൾക്കാര് റോഡുമ്പോൾ. പക്ഷെ ഈ സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര വിനയാട്ടാ, ഭയങ്കര വിനയം. ഇങ്ങനെല്ലാം ആക്കില്ല, റോഡിന് കുറച്ച് ഷെയ്ക്കിങ് ഉണ്ട് കേട്ടാ. അപ്പൊ അതാണ് നമ്മളെ ഇന്നത്തെ വിശേഷം. എന്നുവെച്ചാല് നമ്മള് 7 പറയാൻ പോവാണ്, റെമിക്കാന്റെ വീട്ടിലോട്ട് പോവാന്ന്. നേരം പറഞ്ഞ പോലത്തെ ആഗ്രഹം അല്ല, ഇന്ന് പോകുന്നത്, ഇന്ന് എന്റെ വീട്ടിലോട്ട് പോകുന്ന എന്റെ വീട്ടുകാരുടെ ധാരണ വെച്ച് കഴിഞ്ഞാല്, പലരും ഇപ്പൊ നമ്മളിപ്പം പോകുന്ന പലരും നമ്മളെ വീട്ടിലോട്ട് പോയിട്ടില്ല ഇതുവരെ ആയിട്ട്. അല്ല, നമ്മളെ മാരേജിനെ പറ്റിട്ട് എല്ലാവർക്കും അറിയാലോ. അപ്പൊ പോയിട്ടില്ല. അപ്പൊ ഉമ്മ എടുക്കുന്ന ഐസുമ്മ ഇന്നാണ്. പിന്നെ എണിക്കാണി ഇങ്ങോട്ടേക്ക് വരാൻ കഴിയോ? അതാണ് ഉമ്മ. അങ്ങനെ ഒരാളെ നമ്മള് കൂട്ടിയ ചാമ്പങ്ങയാ ഉണ്ടേനാ പറിച്ചിനാ അടച്ചോ. ഞാൻ വീട്ടിൽ നിന്നുള്ളൂ. മക്കൾക്ക് വേണ്ടി പറിച്ചത്, കാൽക്ക് എത്തുന്നൊന്നുമില്ല. രാവിലെ കരഞ്ഞോണ്ട് പറിച്ചതാ ഞാൻ. എന്നാന്നറിയാം, കൈ കടഞ്ഞിട്ടാണെ മുകളിലോട്ട് കൊക്ക പൊന്തിക്കാനും കഴിയുന്നില്ല. എനിക്ക് തന്നെ മക്കൾക്ക് 2 എണ്ണെങ്കിലും പച്ച അയൽമേക്കില് കൊണ്ട കൊടുക്കണമെന്ന്. ഞാൻ വന്നിട്ട് പറിക്കൂലായിരുന്നോ? അപ്പോഴൊക്കെ ഞാൻ 10 കഴിഞ്ഞ് പ്രസവിക്കും. നമുക്ക് ഇത് നോക്കണ്ടേ, മക്കൾക്ക് എടുത്തോ. ഗൂഗിൾ പേ. ഇതെന്തിനാ കേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കില്? കേക്കല്ല, ഹോം മെയ്ഡ് ലഡു. ഇന്നലെ പാതിരാത്രിക്ക് ഒരു ബോളെ കണ്ണടക്കാണ്ട്. ഇതിനകത്ത് എനിക്ക് പറയണ്ട, നമ്മളിപ്പോ കൊല വാങ്ങി. പിന്നെ ഇനി ബാക്കി കുറച്ച് സ്നാക്സ് ഉണ്ട്. ആ സ്നാക്സ് മൊത്തം ഈ കൈകൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ. ഞാനത് പാക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. റെമിക്ക, എന്താ പരിപാടി? ഇതെടുന്ന ലഡു വാങ്ങിയേ? ഇത് നമ്മൾ ഇവിടുന്ന് ആസിമേഡ് ഉണ്ടാക്കിയ സംഭവമാണ്. എല്ലാം ഹോം മെയ്ഡ് തന്നെയാണ്. ഇത് ആസി എന്നാലും ഒരു ബോളെ കണ്ണടക്കാണെന്നില്ല, കുറച്ച് നേരം ഇതെല്ലാം എന്റെ ആഗ്രഹം. നമ്മള് സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്നില്ല. ലഡു ഇത് നമ്മളെ കാണിച്ചു കൊടുക്കാറ്. എനിക്ക് പൊട്ടിച്ച് കാണിച്ചു തരാൻ പറ്റില്ല. ഇതിന്റെ ഉള്ളിൽ തരിയാണ്, തരിയും അതിന്റെ പണ്ടും നമ്മളെ കണ്ണൂർ ഏരിയയിലേ ഉണ്ടാവുള്ളൂ തോന്നുന്നേ. പിന്നെ ഇത് കലത്തപ്പം.
ഇത് ആദ്യം നമ്മളൊന്ന് പരീക്ഷ നോക്കി. ഇതാണ് കുഞ്ഞിക്കലത്ത്. അപ്പം ഇതിനകത്ത് നമ്മൾ കണ്ണൂരുകാർ പറയും കുട്ടീനെ തിരിച്ചറിയുന്ന ഒന്ന് പറഞ്ഞു കൊടുക്കറ. ഏതപ്പം കണ്ടാലും ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ സെന്ററിൽ പൊട്ടാണ്ട് വരുവാണെങ്കിൽ ആണോ? ആണ്. സെന്ററിൽ പൊട്ടിയത് കാണുന്നില്ല, ഉമ്മ ഇങ്ങനെയെല്ലാം മറച്ച് വെച്ചിട്ട്. രണ്ടും ഉണ്ട്, ഇതിൻ്റെ അകത്ത് രണ്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ കുട്ടീനെ ഒന്നും ഗസ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇങ്ങനെ പൊട്ടിയാലാന്ന് തോന്നുന്നു. അങ്ങനെ പറയും. പക്ഷെ ഇതിപ്പോ നമുക്ക് രണ്ടും വന്നുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. പിന്നെ അതിന്റെ കൂടെ ഇല്ല പണ്ട് തേങ്ങാപ്പണ്ട്. അത് ഇതും രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് കഴിക്കാനല്ല അല്ലേ? പിന്നെ ഇത് കേക്ക്, ഇത് വെട്ട് കേക്ക്. ഇത് കണ്ണൂർ മാത്രമേ ഉള്ളൂ തോന്നുന്നു, അങ്ങോട്ടേക്ക് ഉണ്ടോ അറിയില്ല. ഇതിന്റെ വലിയ സൈസ് ആയിരിക്കും ഉണ്ടാവുക. സാറിന്റെ എടുത്തു വെക്കട്ടെ. ഇത് പിന്നെ ഇത് വലിയ ബോക്സ് ആയി പോയി. നമ്മളൊരു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്തേക്ക് വീട്ടിലേക്ക് എത്താന്നെല്ലാം വിചാരിച്ചതാ. ഇപ്പൊ ഉച്ചക്ക് ഫുഡ് കഴിക്കേണ്ട ടൈമെല്ലാം കഴിഞ്ഞ് ഇനി വൈകുന്നേരം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പോകുമ്പം കാണാം. അങ്ങനെ നമ്മൾ ഇറങ്ങി നല്ല പോലെ ലേറ്റായി. ഉച്ചക്ക് ചോറിന് നല്ല സമയത്തെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2:40. 2:40 എന്തായാലും ഒരു 3-3:15 ആകുമ്പോ നമ്മളവിടെ എത്തും. അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും ഫുഡ് ഓർഡർ റെഡി ആക്കി വെച്ചിട്ടുണ്ടാവും തിന്നാൻ വേണ്ടിട്ട്. പോകുന്നേ കൈമാവരുത്. എന്തിനാ പോന്നേ? എന്തിനാ പോന്നേ? അമ്മ ഒന്നറിയില്ല. ആരല്ല പോന്നേ? അമ്മമ്മ. പിന്നെയോ? പിന്നെ ആത്ത. പിന്നെയോ? പിന്നെയോ? എല്ലാരും പോകുന്നുണ്ട്. ബാപ്പ ഉണ്ടാ? ഹലോ ഗായ്സ് പറഞ്ഞേ. അങ്ങനെ ഇതേ ഉച്ചയ്ക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 3:30 ആയപ്പോട്ടെ റിംഖാൻ്റെ വീട്ടിലോട്ട് എത്തുന്നത്. പോകുമ്പോൾ തന്നെ ആലിയാൻ്റെ സൈക്കിൾ ഇതേ ആത്മഹത്യ ചെയ്തിട്ട് കാണുന്നുണ്ട്, തൂങ്ങി മരിച്ചെന്നാണ് റിംഖാൻ്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ കൊണ്ടുപോയ സ്നാക്സൊക്കെ ഇത് റിംഖ് എടുത്തിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട്, മീൻസ് എൻ്റെ ഉമ്മ ഇക്കാക്കൊക്കെ മുമ്പേ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നിക്കാഹ് മാത്രം ചെയ്തതുകൊണ്ട് അങ്ങനെ ഫാമിലി ഒന്നും റിംഖാൻ്റെ വീട്ടിലോട്ടേക്ക് ഇതുവരെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ഫംഗ്ഷനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ എല്ലാ ഫാമിലിയൊന്നും ഉൾപ്പെട്ടിട്ടില്ല. ഉമ്മയും ഉമ്മേൻ്റെ അനിയത്തിയും ഉമ്മയും അങ്ങനെയൊക്കെ വന്നിട്ടില്ല. അതിൻ്റെ അകത്ത് ഇവരൊക്കെ മുമ്പേ വരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോ കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇപ്പം കൂടെ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഒരുപാട് പേരുണ്ട് എനിക്ക് ഫാമിലി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പം നമ്മളവിടെ എത്തിയ സമയത്ത് ഉമ്മയും റെസിയും ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല, കാരണം 3:30 ആയല്ലോ. എനിക്ക് അത്രയും നേരം കാത്തേക്കാനുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഉമ്മ, എനിക്ക് ജ്യൂസൊന്നും ഇപ്പം എടുക്കണ്ട, നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഫുഡ് കഴിക്കാൻ പോയി. അതുംകുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുക കേട്ടോ. അവന് ഫുഡൊന്നും അങ്ങോട്ടേക്ക് വരുന്ന പരിപാടിയേ ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഉമ്മ അത്യാവശ്യം നല്ല ഹെവി ഫുഡ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. ഞാൻ അവിടെ പോയ എപ്പോഴും നല്ല ക്വാണ്ടിറ്റി ഫുഡും കഴിക്കാറുണ്ട്. ഞാനിപ്പോൾ നന്നായിട്ട് വെയിറ്റും വെച്ചിട്ടുണ്ട്. വെയിറ്റ് വെക്കണം. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് നല്ലപോലെ സ്വെല്ലിങ് വരും, ബോഡി ഫുള്ളായിട്ട് സ്വെല്ലിങ് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം എന്നെ കാണുമ്പോൾ ഭയങ്കര തടിച്ചായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. പിന്നെ ഇതിനകത്ത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിനെ കണ്ടില്ലേ, എല്ലാവരും എന്നോട് ചോദിക്കും. ഉമ്മാൻ്റെ അനിയത്തിൻ്റെ പേര് അസീനാന്ന് കേട്ടോ. അപ്പോൾ എന്നോട് കാണുന്നവർ, എന്നെ ഡയറക്റ്റ് കാണുന്നവരൊക്കെ കാണുന്ന സമയത്ത് ചോദിക്കുന്നൊരു കാര്യമാണ്, നീ അസീനാൻ്റെ മോളാണോ എന്ന്. എൻ്റെ ഉമ്മാൻ്റെ പേര് പറയുന്നതിനേക്കാൾ കൂടുതൽ എന്നോട് ഇതാണ് ചോദിക്കാറുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ, നമ്മൾ രണ്ടുപേരും ഒരുപോലെ തോന്നുന്നുണ്ടോ? നമ്മൾ ആ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ചായ കുടിക്കുകയാണ് കേട്ടോ, കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഉമ്മ കുഞ്ഞിക്കാലത്തപ്പം പണ്ടൊക്കെ കൊണ്ടു തരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ കണ്ണൂർ ഏരിയയിൽ ഭയങ്കര ഫെമിലിയറാണ് ഈ 7-ാം മാസം ഉണ്ടാക്കുന്ന കുഞ്ഞിക്കാലത്തപ്പം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജെൻഡറൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. എനിക്ക് ആച്ചീൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ അത് കറക്റ്റായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാവരുടെയും അത് കറക്റ്റ് ആവാറൊന്നുമില്ല, ഒരു മിത്ത് പോലെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മെയിൻ പരിപാടി ഇത് നമ്മൾ കൊണ്ടുപോയ സ്നാക്സ് ഇങ്ങനെ നമ്മുടെ അയൽവക്കത്തും കുടുംബത്തിലൊക്കെ നമ്മളൊരു മധുരം
പങ്കുവെക്കുക നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ. അപ്പോൾ അത് റെംക്കാൻ്റെ അടുത്ത് പാക്ക് ചെയ്ത് കൊടുത്തിട്ട് റെംക്ക് എല്ലാവരും കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതും കൂടെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുള്ളൂ കേട്ടോ, പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെംക്ക് ആച്ചിയും കൂടെ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു മുത്തം കൊടുക്കും പപ്പാക്ക്. ഉമ്മ ഞാൻ പോന്നെ.